അതെ, ലോകാവസാനത്തിന് തുടക്കമാണോ ഇത്? 2025 ജൂലൈ 5 വലിയൊരു സുനാമി അടിക്കുമെന്ന് ഒരു പ്രവചനം ഉണ്ടായിട്ടുണ്ട്. നടത്തിയിരിക്കുന്നത് ജാപ്പനീസ് ബാബാവങ്കെ എന്നറിയപ്പെടുന്ന റിയോ തസുഗിയാണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. ഇവര് ഇതിനു മുമ്പ് പ്രവചിച്ച പല കാര്യങ്ങളും സത്യമായിട്ടുണ്ട് എന്നാണ് പൊതുവിലൊരു സംസാരം. എന്താണെങ്കിലും ഇവരുടെ പ്രവചനം സത്യമാണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവർ ഈ പ്രവചനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ദ ഫ്യൂച്ചർ ഐ സോ എന്നുള്ള അവരുടെ ബുക്കിലാണ്. ഈ പുസ്തകത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പിലാണ് ജൂലൈ 5 ഉണ്ടാകാൻ പോകുന്ന സുനാമി പ്രവചിച്ചിരിക്കുന്നത്. ആദ്യത്തെ പതിപ്പ് ഇറക്കിയിരിക്കുന്നത് 1999 അവരുടെ പ്രവചനത്തിൽ നടന്ന ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞിട്ടുള്ളത് 1995 കോബെ ഭൂകമ്പമായിരുന്നു. 15 ദിവസം മുമ്പേ നിലം പിളർന്ന് ഒരു വലിയ ദുരന്തം സംഭവിക്കുമെന്ന് അവര് സ്വപ്നം കണ്ടതായി ബുക്കിൽ എഴുതിയിരുന്നു. 1995 കോബെ ഭൂകമ്പം 6400 പേരുടെ മരണത്തിനാണ് ഇടയാക്കിയത്. 1999 എഴുതിയ ബുക്കിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. 1995 മുമ്പ് ഇവര് ഇത് പ്രവചിച്ചതിന് വ്യക്തമായ രേഖകളോ തെളിവുകളോ ഇവരുടെ കയ്യിലില്ല. ഇനിയുള്ളത് 2011 തൊഹോക്കു ഭൂകമ്പവും സുനാമിയുമാണ്. 18,000-ലേറെ പേര് മരിച്ച ഈ സംഭവവും അവര് പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അവരുടെ പുസ്തകത്തില് ഇതിനെക്കുറിച്ചുള്ള പ്രവചനം വളരെ അവ്യക്തമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. 2011 മുൻപ് ഇത് പ്രവചിച്ചതായി വേറെ രേഖകളൊന്നും ഇല്ലതാണ്. ഇനിയുള്ളത് COVID-19 അവർ പ്രവചിച്ചു എന്നുള്ളതാണ്. 2020 ഒരു അജ്ഞാത വൈറസ് വരുമെന്നാണ് അവര് ബുക്കിൽ പ്രവചിച്ചിട്ടുള്ളത്. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ അവ്യക്തമായ പ്രവചനങ്ങൾ പലരും നടത്തിയിട്ടുണ്ട്. കൃത്യമായ തെളിവോടുകൂടി ഇത് പ്രവചിച്ചതായി ഒരു രേഖകളിലുമില്ല. പിന്നെയുള്ളത് പ്രിൻസസ് ഡയാന, ഫ്രെഡി മെർക്കുറി എന്നിവരുടെ മരണങ്ങൾ ഇവര് പ്രവചിച്ചു എന്നുള്ളതാണ്. 1997 മരിച്ച ഡയാനയും 1991 മരിച്ച ഫ്രെഡിയും ഒക്കെ 1999 രചിച്ച ഇവരുടെ ബുക്കിലെ പ്രവചനങ്ങളിൽ എങ്ങനെ ഇടം നേടാനാണ്? ഇതൊക്കെ ആരാധകർ നടത്തിയ വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. എന്താണെങ്കിലും ആരാധകരെല്ലാം കൂടിച്ചേർന്ന് പുള്ളിക്കാരിയെ വലിയൊരു ബാബയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയും 2021 അവരുടെ പുസ്തക പതിപ്പിൽ അവർ എഴുതി വെച്ചിരിക്കുന്നതാണ് 2025 ജൂലൈ 5 ഒരു വലിയ സുനാമി എന്നുള്ളത്. ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയില് കടലിനടിയിൽ ഒരു വിള്ളൽ ഉണ്ടാവുകയും 2011 സുനാമിയേക്കാൾ 3 ഇരട്ടി ഉയരമുള്ള ഒരു സുനാമി ജപ്പാൻ, തായ്വാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ ബാധിക്കുമെന്നുമാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ജപ്പാൻ മെട്രിയോളജിക്കൽ ഏജൻസി പറയുന്നത് ഇത്തരം ഒരു സുനാമിക്ക് ശാസ്ത്രീയമായി തെളിവുകൾ ഒന്നുമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു മുന്നറിയിപ്പും ജപ്പാൻ നൽകിയിട്ടില്ല. എന്നാൽ ഈ ഒരു പ്രവചനത്തോടുകൂടി ജനങ്ങളെല്ലാം ഭയപ്പെട്ടിരിക്കുകയാണ്. ജപ്പാൻ ടൂറിസത്തെ ഇത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ജപ്പാനിലേക്കുള്ള യാത്രാ ബുക്കിംഗുകൾ ഹോങ്കോങ്ങിൽ നിന്ന് 83% കുറഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ശാസ്ത്രം ജയിക്കുമോ പ്രവചനം ജയിക്കുമോ എന്നറിയില്ല. എന്താണെങ്കിലും ഇന്ന് ജൂലൈ 2 ആയിട്ടുള്ളൂ. ജൂലൈ 5 വരെ സമയമുണ്ട് റിയോയുടെ പ്രവചനം നടക്കാൻ. അത് നടക്കാതിരിക്കട്ടെ, ശാസ്ത്രം വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം.